Hey guys, ബാലിയുടെ മണ്ണിൽ ഇതുവരെ കാല് കുത്തിയില്ല. നമ്മൾ ടൈൽസിൽ നിൽക്കുന്നേ സുഹൃത്തുക്കളെ. പക്ഷേ ബാലി എയർപോർട്ടിൽ വന്നിറങ്ങിയതിനു ശേഷം നമ്മൾ ഇവിടുത്തെ ഇമിഗ്രേഷനിൽ പോയി ഇനി പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഇതുവരെയുള്ള ട്രിപ്പ് വളരെ മനോഹരമായിരുന്നു സുഹൃത്തുക്കളെ. ലബൂബു ശാപത്തിൽ നിന്നും നമ്മൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് നമ്മൾ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ബാക്കിൽ 2 വ്യാളികളുണ്ട്. വ്യാളി എന്ന് പറഞ്ഞാൽ ഡ്രാഗന്റെ മലയാളമാണ്, അല്ലാതെ ഞങ്ങൾ ഇവിടത്തെ ഇതിനെ വ്യാളി എന്ന് വിളിച്ചതല്ല. ശരണ്യ, ദി പ്രൗഡ് ഓണർ ഓഫ് ദി ശപിക്കപ്പെട്ട ലബൂബു. ഇത് ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. തുടരുത് തുടരുത് അനന്തോളിയാ, വെൽക്കം ടു ബാലി. എടാ, ബാലിയുടെ മണ്ണിൽ വന്നിട്ട് എങ്ങനെയുണ്ട്? ഇല്ല, ടൈൽസ് നിക്കണേ ഉള്ളു. കൊള്ളാ. കണ്ണം ബ്രോ, ആർ യു റെഡി ഫോർ ദ എക്സ്ട്രാവഗൻസ്? ഓ വലിയ ഹലോ. സ്റ്റോറി ഇടുന്ന ഒരു ബോഹോ പെൺകുട്ടിയെ നിങ്ങൾക്ക് കാണാവുന്നതാണ് സുഹൃത്തുക്കളെ. ഇതൊക്കെ എന്തൊക്കെയാ മക്കളെ? ഇതൊക്കെ നമ്മൾ ലാൻഡ് ചെയ്യുന്നതിന്റെ സ്റ്റോറി അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇതെന്താടി ഇതൊക്കെ? ചാംസ്. കൊള്ളാം. ഓയ്യോ, പ്ലച്ചനിരിക്കുകയാണ് ഗൈസ്. ഒട്ടും വൈകാതെ നമുക്കിനി എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സുഹൃത്തുക്കളെ. ഇപ്രാവശ്യം നമ്മുടെ ഗൈഡിന്റെ പേരെന്താ? അയ്യോ, എന്താടി? യാണ്ടി. അതെ, മിസ്റ്റർ യാണ്ടി എന്ന് ഗൈസ്. ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ ഗൈഡിന്റെ പേര് മിസ്റ്റർ യാണ്ടി എന്നാണ്. നമുക്ക് നമ്മുടെ ട്രാവൽ എക്സ്പയർ അയച്ചു തന്നേക്കുന്നു. യാണ്ടി അപ്പാന്നോ എന്തോ? കഴിഞ്ഞ പ്രാവശ്യം തെങ്ങൻ, ഇപ്രാവശ്യം യാണ്ടി. ചോദിച്ചു നോക്കാടാ, യാണ്ടി എന്നാണോ യാണ്ടേ എന്നാണോ? നോക്കിയ ഗൈസ്, ഇതാണ് മിസ്റ്റർ യാണ്ടി. ആഹാ, ഓക്കെ. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങട്ടെ ഗൈസ്. ഗൈസ്, നമ്മളിവിടെ ക്യൂ കാണില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഉഴപ്പായിരുന്നേ. ഇതൊരു മുതുക്ക് ക്യൂ ആണ് സുഹൃത്തുക്കളെ. എന്നിട്ട് ഈ ഇലക്ട്രോണിക് പാസ്പോർട്ട് നമ്മുടെ ഉണ്ടെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കൊന്ന് പുതിയതായിട്ട് നമുക്ക് അവിടെ ഇഷ്യൂ ചെയ്യുന്ന പാസ്പോർട്ടുകൾ മാത്രമാണ് ഇലക്ട്രോണിക് ആയിട്ടുള്ള. അടിയിലൊരു ചിപ്പ് വന്നിട്ടുള്ളത്. നമ്മുടെ ചിപ്പ് ഇല്ല ഗൈസ്. ആരുടെയും ചിപ്സ് ഉണ്ടോ? ഇല്ല. അത് ലേസ്, അതല്ല. ഓക്കെ, അപ്പൊ പിന്നെ ഇനി ക്യൂ എ ശരണം. അറ്റം വരെ ഉണ്ട് ഗൈസ്. ഇമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും മറ്റേ ബെൽറ്റൊക്കെ ഓടി ഓടി തളർന്ന് നിന്ന് ഒരറ്റത്ത് കിടക്കുകയാണ്. റിലാക്സ് ചെയ്യാണ് ഇപ്പം ബാഗുകള്. ഇത് നമ്മുടെ ഒരു ബാഗിന് ഒരെണ്ണം കൊണ്ടുണ്ട്. ഈ മുതുക്ക് വെണ്ട എന്തൊക്കെയാണ് കാണിക്കുന്നത് നോക്കൂ ഗൈസ്. അനങ്ങടി, അത് നീ തിരിച്ചു പോടാ. നിന്റെ അല്ലേടാ? വടാവടെ. അനന്തു ദ വീഡിയോഗ്രാഫർ. എടി, ഇതിനിങ്ങനെ ഉപയോഗങ്ങളുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ബെസ്റ്റിയും കൂടെ വണ്ടിയിലിരുന്ന് കളിക്കുക. പ്രൊസീജിയറും എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ഈ അണ്ടിയെ കാണാൻ പോവുകയാണ്. എനിക്ക് വണ്ടി ഓട്ടിക്കാൻ അറിയാം. ഇറങ്ങട്ടെ ഞാൻ. അമ്മുനെ ഇറക്കി വിട്ട് എന്റെ ബെസ്റ്റ് പോയി. ടാക്സി വേണ്ട, നമുക്ക് ടാക്സി ഉണ്ട്. സിം കാർഡിന് വേണ്ടി വിളിക്കുകയാണ്. ഈ സിം ഉണ്ട് കേട്ടാ, എടുത്താലോ ഒരു സിം? എടുക്കണം ഗൈസ്. ഞങ്ങൾ പുറത്തെത്തി. ചൂട് വന്നല്ലേ ഇപ്പൊ? ചൂട് വന്നു. പിന്നെ നമ്മള് സിം കാർഡ് എടുക്കട്ടെ ഗൈസ്. വീണ്ടും ഞങ്ങൾ ലക്ഷങ്ങളുടെ കളിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ നാട്ടില് 1800 രൂപ അടുപ്പിച്ച് വരുന്നത് ഇവിടത്തെ 3.5 ലക്ഷം രൂപ സംതിങ് ആണ്. അപ്പോൾ ഞാൻ ഒരു ഇ സിം എടുത്ത് അത് 4 ലക്ഷം രൂപ, വർഷയ്ക്ക് ഒരു 3.5 ലക്ഷം രൂപയ്ക്ക്
രൂപ എന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യൻ റുപ്പയ്യാണ് ഇവിടുത്തത്. റുപ്പയ്യ അപ്പൊ റുപ്പയ്യ കൊടുത്ത് 7 ലക്ഷം കൊടുത്ത് നമ്മൾ സിം എടുത്തേക്കാണ് ഗൈസ്. നീയും 7 ലക്ഷം കണ്ട് കൊടുത്തില്ലേടി? അതെ, കൊടുത്തെടുത്തേക്കാണ് ഗൈസ്. പിന്നെ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഫോണിൽ ഈ സിം പുറം രാജ്യം വന്നപ്പോൾ ഈ സിം യൂസ് ചെയ്തു ഗൈസ്. ഭയങ്കര ഈസി ആട്ടോ. മറ്റേ നാട്ടിലെ 2 ഈ സിമ്മിൽ ഒരു ഈ സിം നമ്മൾ ടേൺ ഓഫ് ചെയ്തിട്ട് ഈ ലൈൻ ഓൺ ആക്കി. അപ്പൊ ഇനി ഇവിടെ നിന്ന് പോകുമ്പോൾ ഇതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ സിം ഊരണ പ്രശ്നമില്ല, തലവേദന ഇല്ല ഗൈസ്. ഐ ആം ലവിങ് ദിസ് ഈ സിം സെറ്റപ്പ്. കണ്ണം ബ്രോ സിമ്മിന് വേണ്ടി എത്ര ലക്ഷം രൂപ മുടക്കി? 7 ലക്ഷം. റിച്ച് പീപ്പിൾ കമോൺ ഗൈസ്. സുഹൃത്തുക്കളെ, ഞങ്ങൾ അങ്ങനെ ബാലിയുടെ മണ്ണിലേക്ക്, ഇപ്പോഴും മണ്ണായിട്ടില്ല, നമ്മൾ എക്സിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓ എടി, ഇവിടെയും കാട് പിടിച്ചത് തന്നെ അല്ലേ? നമ്മൾ മറ്റേ അല്ല അവിടെ വിയറ്റ്നാമിൽ ചെന്ന് ഇറങ്ങിയ പോലുള്ള അതേതോ ഇത് ഏതോ യാണ്ടി നിങ്ങൾ യാണ്ടിയെ കണ്ടുപിടിക്കട്ടെ ഗൈസ്. ഗൈസ്, ആരാ ഈ തേങ്ങാത്തലയൻ? എടാ ആരടാ നീ? ആ എടി, ഒരു തേങ്ങാത്തലയൻ. ഹായ് തേങ്ങാത്തലയാ. എവിടെ യണ്ടി ഗൈസ്? ഞങ്ങൾക്ക് വേണ്ടി പേരെഴുതിയ ബോർഡ് ഉണ്ടോ എന്നാണ് എൻ്റെ സംശയം. വിൻസെന്റ് വാർവിക് ഹെലൻ. ഇവിടെ നോക്കിക്കോട്ടെ നമ്മുടെ പേരെവിടെയും ഉണ്ടോന്ന്. യണ്ടി നമ്മള് മാത്രം കാണാനില്ലല്ലോ ഗൈസ്. കൊച്ചു ഇപ്പൊ കൊച്ചിനെ നീ തൂത്തുവാരിയനെ. ഹലോ യാണ്ടി ബ്രോ, കമോൺ. എടി യാണ്ടിയെ കണ്ടുപിടിച്ച് ഇപ്പം ഒരു കൊച്ചിനെ വണ്ടി കയറ്റി ഇപ്പൊ എവളെ വണ്ടി കയറ്റി കൊന്നനാ. നിനക്ക് ആരായും ബാഗിന്റെ വണ്ടി ഇരുന്നത് ഇപ്പൊ ആ കൊച്ച്. അതെ ഗൈസ്, ഇനി ഞങ്ങൾ യാണ്ടിയെ പരിചയപ്പെടട്ടെ. പക്ഷെ അവന് ഡി പി ആയിട്ട് വിദൂരമായ ഒരു സാമ്യം മാത്രമേ കാണാനുള്ളൂ. ഡി പിയിൽ ഇങ്ങനെ ആയിരുന്നോടാ അവൻ. ആഹാ, ഡി പി നോക്കട്ടെ. ഹേയ് ബ്രോ, ഹലോ, വെൽക്കം. Nice to meet you. It was good. Hello. Your name is Yandi? Yandi. Office കൊടുത്ത്. Okay. Yeah. വർഷ വണ്ടി എടു. യാണ്ടി സോറി, ഞാൻ അത്രക്കാരൻ നഹിയെന്ന്. ഗൈസ്, അപ്പൊ നമ്മുടെ ടൂറിസ്റ്റ് ഗൈഡായ യാണ്ടി എത്തിയിരിക്കുകയാണ്. ഇനി നമ്മുടെ യാത്ര ഇവിടെ ആരംഭിക്കുന്നു. ഗൈസ്, ചെറിയൊരു മാലയിടൽ ചടങ്ങൊക്കെ ഉണ്ട്. പോയാ നീ? താങ്ക് യു. ഹായ്, നല്ല രസം. നല്ല മണമുള്ള പൂവല്ലേ? ഓ, ഇത് മറ്റത് എവിടെ? ഓ, ഇവളുടെ നഖത്തിലെ പൂവാണ് ഇട്ട് തന്നേക്കണത്. ഓഹോ. ഓക്കെ, അപ്പൊ മാലയൊക്കെ ഇട്ടേക്കാണ് സുഹൃത്തുക്കളെ. ഇന്ത്യൻ പേരുള്ള ഒരു ഗൈഡ്. യുവർ നെയിം? തീർത്ഥ. ഓ, ഇന്ത്യൻ നെയിം. അത് തീർത്ത ഇന്ത്യൻ നെയിം ആണ് സുഹൃത്തുക്കളെ. യാണ്ടി ഇന്ത്യൻ നെയിം ആണോ? തെലുങ്ക് കന്നഡക്കാർക്ക് ഉണ്ടാവും യമണ്ടി, യാണ്ടി. ആണോ? സോ ഞങ്ങള് തെങ്ങനെ മിസ് ചെയ്യാനടി ഞങ്ങള് അല്ലേ? മിസ്റ്റർ കാർത്തിക്, മിസ് വർഷ എന്നൊക്കെ ഫോട്ടോ എടുക്കട്ടെ. ഗൈസ്, ഞങ്ങളിവിടെ വന്നപ്പോ തന്നെ മഴയൊക്കെ പെയ്തു തുടങ്ങി. നമ്മൾ വിയറ്റ്നാമിൽ പോയപ്പോഴും ഇതൊക്കെ ആയിരുന്നു. നമ്മൾ എവിടെ ചെല്ലുന്നോ അവിടെ മഴയാണ് ഗൈസ്. ഐശ്വര്യത്തിന്റെ സ്രോതസ്സുകളാണ് ഞങ്ങൾ ഗൈസ്. ലിറ്ററലി നമ്മൾ വീട് വിട്ടിറങ്ങിയാണ് കൊണ്ട് കേട്ടാ. ഇത് എന്താടി ഇത്? അമ്മു, ഇതിന്റെ അടുത്ത് മേലെ കേട്ടോ അവിടെ. ഗൈസ്, ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി. ബൈ അനന്തു അല്ലേ? അനന്തു, നീയാണോ ഡ്രൈവ് ചെയ്യണത്? ഗൈസ്, വണ്ടി ഏതാണെന്ന് നോക്കട്ടെ. ഇതാണ് ഗൈസ് നമ്മൾ പോകുന്നത്. ടൊയോട്ടയുടെ ആണ് കേട്ടോ. ഓക്കെ, കടക്കല്ലേ വണ്ടി. എടാ, നല്ല കംഫർട്ടബിൾ വണ്ടി കേട്ടാ. ടൊയോട്ടയുടെ അല്ലെങ്കിൽ ഞാൻ വലിയ ഫാനാണ്. അടിപൊളി സെറ്റ്. എന്താ രണ്ടെണ്ണം കൂടെ അവിടെ? വിൻഡോ സീറ്റിന് അടി ഉണ്ടാക്കാനുള്ള പ്രായമാണോടാ നിനക്ക്? രണ്ടെണ്ണത്തിന് ആഹാ കൊടറി.
എനിക്ക് വേണ്ട വിൻഡോ സീറ്റ്, നീ ഇരുന്നോ. 20 rupees. 20 റുപ്പീസാ? ഇതിന്റെ അകത്ത് വിൽപ്പന ഉണ്ടാവല്ലേ? ശരിക്കും 20 റുപ്പീസാ? ഇല്ല, ചുമ്മാ പറഞ്ഞായിരിക്കും വേണ്ടി. 20 റുപ്പീസ്. ഇത് ഫ്രൂട്ട് ബോട്ടിൽ. പുറകിലെ കൊടുക്കും. അയ്യോ അളിയാ, ആ, ആ, ഒരു ഗ്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് അടിച്ചാലോ? ബ്ലോഗ് ഉണ്ടായിരുന്നു. ഒരു ബ്ലോഗ് ഇവിടെ ഉണ്ട്. ഐസ് ഇട്ട് ഇത് കുടിക്കണ കാര്യം. അതെ, മനസ്സിലായി മനസ്സിലായി. മനസ്സറിഞ്ഞ് തന്നില്ലേ? അത് I need to buy that. യോ ശരിയാണ്, നീ മാംഗോ വേണോന്ന് പറഞ്ഞിരിക്കായിരുന്നു അല്ലേ? അവിടെ എത്തിയ അവിടെ നൈസ് കോസ്റ്റ്യൂം. കൊള്ളാവോ? നമ്മളെ വീട്ടിലൊക്കെ യൂസ് അടിക്കൂലേ? ആ, എല്ലാവർക്കും കിട്ടിയാ? കിട്ടി കിട്ടി. ഓക്കെ, കുടിക്കട്ടെ. തരും തരും, ചോദിച്ചു കഴിഞ്ഞാൽ തരും. എണ്ടി എല്ലാം തരും നമുക്ക്. ഓക്കെ ഓക്കെ. ആ ഓക്കെ I'm not a sing. ഗൈസ്, എണ്ടിയുടെ മൈക്ക് Check. Okay. കരോക്കെ ഒക്കെ ഉണ്ടോ കാരണത്ത്? Okay. Good. Good afternoon. ഗുഡ് ആഫ്റ്റർനൂൺ. Welcome to Bali. താങ്ക് യു. Have you been come to Bali before? First time? Okay. Okay. Let's go. So, you happy here? സ്കൂൾ പിള്ളേരൊക്കെ ഉത്തരം പറഞ്ഞ പോലെ മൂത്ത് ഒഴിച്ചോ My name ഒഴിച്ചു. is Yande. ഹായ് ആൻറ്റി. Nice to meet you. Nice to meet you. So, in my right hand, in right side, is the pilot. Pilot. ഓ, ഇത് ഡ്രൈവർ അല്ല. Our life is in his hand. ഓ, അതെ അതെ, നമ്മുടെ ജീവ അവന്റെ His കയ്യിലാണ്. name is Sarukan. ഷാറുഖ് ഖാൻ. ഷാറുഖ് ഖാനാ? കാജോൾ. Okay. നീ താബു, ഞാൻ ലാലേട്ടൻ. His name is Kadek. Hi Kadek. Kadek. കടക്. ഓ, നമ്മുടെ Yeah, nice to meet you too. പറഞ്ഞു നമ്മളാ So during the trip, I will be your tour guide as a tour guide, and he will be our driver. Let's rock. Let's rock. As long as the office not change the guide and driver, so we will be together until the രണ്ടിയും തടക്കും. So guys, where are you coming from? India, Kerala, South India. Northern country. Okay, കേരള ബെസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ദൂരം പോകും. മുങ്ങും ചന്ദ്രികെ മണിമുത്തം കൊണ്ട് നിന്നെ ഓമനെ മുത്തിന് പകരം നൽകും. മുന്തിരിവള്ളി. ആ പാട്ടിട്ട് കാമിക്കല്ലേ, അവളും ഞാനും പ്രേമിക്കില്ലേ. ഹംസമേ നീ വാര്. അലക്കടലും കാറ്റും കാമിക്കില്ലേ, ഇനി അവളും ഞാനും പ്രേമിക്കില്ലേ. എന്റെ ഇത് നിങ്ങക്ക് ഇടിക്കൂലല്ലേടാ തല? നമ്മൾ ഇങ്ങനെ നിൽക്കുന്നു കേട്ടാ. ഇനിയും പോരുവാനം പാടി അലക്കടലും കാറ്റും കാമിക്കില്ലേ, ഇനി അവളും ഞാനും പ്രേമിക്കില്ലേ. അലക്കടലും കാറ്റും കാമിക്കില്ലേ, ഇനി അവളും ഞാനും പ്രേമിക്കില്ലേ. Andy, how was the song? Good. ഏതാടി? ആ അതിട്ടോ. ഞങ്ങൾ കുറച്ചില്ലടിട്ടെ ഗൈസ്. ശരിക്കും ബാലി വന്നപ്പോഴും എനിക്ക് വിയറ്റ്നാമും കേരളവും കണക്ക് തോന്നുന്നുണ്ട് ഗൈസ്. ഇതൊക്കെ ഇവിടുത്തെ വീടാണ് കേട്ടോ. ഓടൊക്കെ ഇട്ടേക്ക് നോക്കിയ നമ്മളവിടുത്തെ അമ്പലം ഈ ഓടൊക്കെ നമ്മളവിടുത്തെ വീട്. മതിലൊക്കെ നോക്കി എന്ത് രസമാണ്. Is this a VIP home or normal home? This is all houses. The regulation, this is for houses. But for hotel and hospital, they are allowed to make. ഓ, ഇത് ഇവിടുത്തെ Only house, private house. Private house. Yes. തെങ്ങിന് മേലോട്ട്. പൊക്കത്തോട്ട് വെക്കാൻ പാടില്ല. ഓ, ഹൈറ്റിന് പൊക്കത്തേക്ക് വീട് വെക്കാൻ പാടില്ല. റെഗുലർ റൂളാണ്. Because the population and also not until the ഇവിടെ beauty എല്ലായിടത്തും ഇങ്ങനത്തെ of മോഡലിംഗ് nature. ഓ. So even the road Nature is beauty always kill like ചെയ്യാതിരിക്കാൻ this വേണ്ടിയിട്ടാണ്. until 200 years. Oh. Even you come back again to Bali, is only like this. But the problem is coming like
because every year's car increase. Always traffic because we don't have another road. ഇതാണ് ബാലി. ഇവിടെ അങ്ങനെ റോഡിനൊന്നും വലിയ പുരോഗമനമൊന്നും അവർ വരുത്തില്ല, കാരണം അവർ ട്രഡീഷണൽ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗൈസ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് ഇതെന്താടി ഇത്? ഹോണ്ടയുടെ കേട്ടാ, സത്യം കേട്ടാ. യൂനതുമ്മച്ചാലേ ഇതൊക്കെ ആണെങ്കിൽ നിനക്ക് സുഖമായിട്ട് ഓടിക്കാം കേട്ടോ. ഇത് പിള്ളേർക്കുള്ളതാണ്. പെട്രോളല്ല പിന്നെ ഗൈസ് ഇത് ബാലി ലോക്കൽ ഫുഡ് ട്രൈ ചെയ്യാനായിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നതാണ്. ഗൈസ് നല്ല ശാന്തസുന്ദരമായ അന്തരീക്ഷം. വാറും തെപ്പി തെബി. ഹായ് ഗൈസ്, നല്ല ഭംഗിയുള്ള റെസ്റ്റോറന്റ് കേട്ടോ. ഓ മുതുക്ക് തേങ്ങ ഗൈസ്, നമ്മളവിടത്തെ കാട്ടി വലിയ തേങ്ങയാണ് കേട്ടോ ഇത്. ഓ ഇവര് ഭയങ്കര എസ്തെറ്റിക് കേട്ടാ. ഹായ് ഗണേശൻ ഗൈസ്, ഭയങ്കര എസ്തെറ്റിക് ഇവിടെ. എടി സ്വാസ്തിക് എന്തിനാണെന്ന് പറഞ്ഞ? സ്വാസ്തിക് അസ്ഥി. അസ്തു ആണ്, അസ്ഥിന്ന് എഴുതി പൊടി. ഓ ഗൈസ് നമ്മൾ അന്ന് വിയറ്റ്നാം, അയ്യേ അഴുക്ക പെണ്ണ്. ആ ചെല്ല് അതും കൂടെ നടന്നു നോക്കുമോ ഞാൻ? ഓ ഇതുവഴിയാണല്ലേ നമ്മൾ പോണത്. ഹായ് കൊള്ളാളിയാ, വാടാ. ഏയ് മുങ്ങിച്ചാവേ ഉള്ളൂ. കൊള്ളാം ഗൈസ്, നല്ല വെറൈറ്റി സ്ഥലം കേട്ടാ. ഹാൻഡ് വാഷ്. സീ യു ടുമാറോ. ഗൈസ് ഇവിടുത്തെ പൈപ്പ് നോക്കിക്ക, പൊളി സാധനം കേട്ടാ. ഇതിന്റെ ഹാൻഡിൽ ഇളകി പോയെന്ന് തോന്നുന്നു, പക്ഷെ നല്ല ഭംഗിയുണ്ടത്. ഗൈസ് ഇതാണ് സ്വാമി കുക്കുടാനന്ദ. എല്ലാ മീനുകളും കണ്ടംപ്രോ വട്ടമായിട്ട് ചുറ്റിയാണ്. ഇത് ശരിക്കും കണ്ടംപ്രോ ചുറ്റും പൊക്കോണ്ടിരിക്കുകയാണ്. എന്തൊരു ഇഷ്ടമെന്ന്. ആ ഓക്കെ ബാ നമുക്ക് ഇവിടെ ഇരിക്കാം. ഇവിടെ നമുക്ക് കാല് താഴെയിട്ടൊക്കെ ഇരിക്കാം. യാൻഡി കം ആൻഡ് ഈറ്റ് വിത്ത് us. Thank you. I had my lunch already. You had? Yes. Oh, okay. Yeah. യാൻഡി നേരത്തെ കഴിച്ചെന്നു. കണ്ടപ്പോ തന്നെ എനിക്ക് ആ കരിക്ക് കുടിക്കണമെന്ന് തോന്നി. ആദ്യം ഒരു കരിക്ക് ഇങ്ങ് വാങ്ങിച്ചു. സ്വാസ്തിക് അസ്ഥി അല്ല, ഇതെന്താടി സ്ട്രോയോ? അല്ല അത് അവര് മറ്റേ ഇതാക്കി വെച്ചേക്കാൻ. ഇതെന്താ ഇങ്ങനത്തെ സ്ട്രോ ഒക്കെ? മുതുക്ക് കരിക്ക് നോക്കിയ കേസ് ഒരു വെട്ടി. ഓ മണ്ട പൊളന്ന് കൊണ്ടുവന്ന കേട്ടാ. കൊള്ളാമോ? ഗുണമില്ല, ഒരു ഫിസ്സില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യാസം ഉണ്ടോ? വെള്ളം അതേ കണക്കന്നെ, വലിയ ഗുമ്മില്ല. കരിക്ക് വലിയ സുഖം തോന്നിയില്ല. പക്ഷെ നമ്മൾ വിയറ്റ്നാമിൽ പോയപ്പോ കുടിച്ച കരിക്ക് വേറെ ലെവല് കരിക്കായിരുന്നു. അയ്യോ വാടിയ കരിക്കഴിക്കണമില്ല. ഇന്ന് ഗൈസ് നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. നീ എണ്ടി നമ്മളെ ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്ന സ്ഥലത്താണോ കൊണ്ടുവന്നത്? നമ്മൾ ടൂറിസ്റ്റ് ആണ്, എന്നാലും ആണോടാ എണ്ടി? ഗൈസ് അണ്ണൻ കാര്യമായിട്ട് എന്തൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പ്ലീസ്, വാട്ട് ഈസ് ദിസ്? ക്രിസ്പി ചിക്കൻ. അതാരും ഓർഡർ ചെയ്താ? നമ്പർ ഓർഡർ ചെയ്താണോ? ഫ്രൈഡ് റൈസോ? അതാർക്കടാ? നസി ഗോറാൻ. ആ അപ്പൊ എടി ഫ്രൈഡ് റൈസ് ആണ് കേട്ടാ. ഇതായിരുന്നു ഗൈസ് നസി ഗോറാൻ. ബാർബിക്യൂ ചിക്കൻ സ്റ്റേക്ക്. ഓഹ് ചിക്കൻ സ്റ്റേക്ക് പോലെ. ആ ഇത് സെയിം ചിക്കൻ സ്റ്റേക്ക്. അണ്ണാ ഇത്രയും ഒന്നിച്ചു കൊണ്ടുവന്ന. ആ ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത് ഗൈസ്. ഐ ആം ബിത്തൂത്തു ഗൈസ്. ഇതാണ് ഇവരുടെ ഒത്തന്റിക് സാധനം കേട്ടോ ഗൈസ്. ചിക്കൻ സ്റ്റേക്ക് ആദ്യം ചിക്കൻ സ്റ്റേക്ക് അപ്രൂവ്ഡ്. ബേസിക്കലി ഇത് ഇവിടുത്തെ ഊണാണ് കേട്ടോ. ഐ ആം ബിത്തൂത്തു. ചിക്കൻ കുറച്ച് ഗ്രേവി എടുക്കാം. റൈസ് ഉണ്ടോ? നോർമലി നമ്മുടെ നാട്ടിലെ റൈസ് പോലെ. ഇത് ഇവിടത്തെ തോരനും മെഴുക്കുവരട്ടി ഒന്നുമാണ്. പിന്നെ കപ്പലണ്ടി ഒക്കെ എന്നെ കൂടെ വെച്ചിട്ടുണ്ട്. കപ്പലണ്ടി കൂടെ എടുക്കാം. നാസി നമുക്ക് മലേഷ്യയിൽ നിന്ന് കഴിച്ചിട്ടുള്ളവർക്ക് ഇത് ഭയങ്കര സിമിലർ ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും. കൊള്ളാം, വെറൈറ്റി ആയിട്ടുണ്ട്. അല്ലേ? ഇതാണ് എന്താണ് നാസി ഗോറാൻ അല്ലേ? കുറച്ച് റൈസും എഗ് യോക്കും. ഇതാണ് ഗൈസ് പ്രോൺ ക്രാക്കേഴ്സ്. അതും ചിക്കൻ സ്ക്വയർ. ഇതെല്ലാം കൂടെ എടുത്തിട്ട് നമ്മ മലേഷ്യയിലെല്ലാം
നസീൽ നമുക്ക് കഴിച്ചുള്ളവർക്ക് ഞാൻ പറഞ്ഞ കണക്ക് ഇതെല്ലാം ഇഷ്ടപ്പെടും. ഞാൻ ഓർഡർ ചെയ്തതിനേക്കാൾ അവൾ ഓർഡർ ചെയ്ത് കുറച്ചും ഇഷ്ടപ്പെട്ടു. അട്ടപ്പെട്ടിക്കാട്ടിയും നാസി ഗുറാൻ കൊള്ളാം ഗൈസ്. കണ്ണമ്പ്രോ എന്താണ് ചെയ്യാൻ പോകുന്നത് ഫുഡിന് ശേഷം? ഓ മൈ ഗോഡ്, ടക്കാഷീസ് കാസൽ ഓർമ്മ വരുന്ന ഏതെങ്കിലും 90s ഉണ്ടോ സുഹൃത്തുക്കളെ? ഇവിടെ ഉണ്ടല്ലേ? ആ അപ്പൊ കണ്ണമ്പ്ര വെള്ളത്തിൽ പോകും ഗൈസ്. ഫുഡ് കഴിച്ചിട്ട് ലക്ഷങ്ങളാണ് അനന്ത് വാരി അറിയാൻ പോണത്. എത്ര ലക്ഷം ഇവിടെ? 12 ലക്ഷം. സിമ്പിൾ. അതൊന്ന് വീശി കാണിക്കടാ. അത് ശരി കൊടുത്തിട്ട് കളി ഗൈസ്. ഇങ്ങനത്തെ വീടുകളും ഉണ്ട് കേട്ടോ ഇവിടെ ഗൈസ്. നമ്മുടെ വണ്ടി നമ്മളെ ഈ ഹോട്ടലിലേക്ക് കൊണ്ട് ഡ്രോപ്പ് ചെയ്തേക്കാണ് ഗൈസ്. ഭയങ്കര ട്രോപ്പിക്കൽ വൈബ്. സ്വസ്തിയസ്തു കണ്ടാടി, സ്വസ്തിയസ്തു എന്നൊക്കെ പറയണം. ആ അവിടെ നമ്മൾ റൂമിന്റെ കാര്യമെല്ലാം സെറ്റ് ചെയ്തിട്ട് ഗൈസ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴേ എന്ത് രസമുള്ള പൂള് ഗൈസ് എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള സ്ഥലം കേട്ടാ. ഹായ്, താങ്ക് യു ആൻഡി, സീ യു ടുമാറോ. You will be hiking at 2 a.m. 2 a.m. 2:30. 2:30. Last time is 3 o'clock. Okay. Be ready in the lobby, yeah? Okay. No, we have prepared you jeep. ജീപ്പ്. For you, jeep. ഓക്കെ. Jeep. Jacket. ഞാൻ നമ്മൾ പൊളിക്കും ഗൈസ്. 104 കിട്ടാഞ്ഞിട്ട് നമ്മൾ 3. ഇത് സുഹൃത്തുക്കളെ, ഇതാണ് മിസ്റ്റർ കാർത്തിക് സൂര്യയുടെ മിസ്സസ് വർഷയുടെ റൂം. ഈടാ ആന. സ്നേക്ക് ഫ്രൂട്ടോ? സ്നേക്ക് ഫ്രൂട്ടാ ഇത്. അവർക്ക് സ്നേക്ക് ഇഷ്ടമല്ല. ആണോ? നമുക്ക് തിന്നായിരുന്നു. ശരിക്കും അങ്ങനെ ഇരിക്കണല്ലേ? പാമ്പും തൊലി, പാമ്പിന്റെ തൊലി കണക്ക് ഇരിക്കണല്ലേടാ. Oh, yeah. It's the first time. Yeah. Yes. You must try. Yeah. Okay. Is it tasty? Snake fruit. It's sweet. സ്വീറ്റ്. Okay. ഇവിടെ ഒരു സോഫ ഉണ്ട്. ആ ശരിയാണ്, മോഹനയുടെ തൊഴ ഇവിടെ ഉണ്ട് ഗൈസ്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് ആനയുണ്ട്. ഹയ്യടാ, ഞാൻ പേടിച്ചു പോയി. ഓ ഗൈസ്, നമുക്ക് ഡയറക്റ്റ് പൂൾ ആക്സസ് ആണ് കേട്ടോ. ആഹാ അടിപൊളി. അപ്പൊ നമുക്ക് ഇവിടേക്ക് ഇറങ്ങി ഇരിക്കാം അല്ലേ? രാത്രിയോ വൈകുന്നേരമോ പൂൾ വ്യൂ കണ്ട് എൻജോയ് ചെയ്യാം ഗൈസ്. ഓക്കെ, അപ്പൊ സ്നേക്ക് ഫ്രൂട്ട് ഇവിടെ കിടക്കട്ട്, നമുക്ക് പിന്നെ കഴിക്കാം. ഇത് അപ്പുറത്തെ റൂമിലോട്ടുള്ള ആക്സസ് ആണെന്ന് തോന്നുന്നു കേട്ടാ. ആയിരിക്കും. പിന്നെ ഗൈസ് ഇതാണ് വാഷ്റൂം. ആഹാ, നല്ല ഘനഗംഭീരമായ വാഷ്റൂമാണ് സുഹൃത്തുക്കളെ. സൈഡില് ഏതോ മുത്തപ്പന്റെ ഏതോ ഒരു അപ്പൂപ്പന്റെ പ്രതിമയൊക്കെ ഉണ്ട്. ഇത് ടോയ്ലറ്റ്, അതിന്റെ മേളിലൊരു ഗൊറില്ല. ഇത് ബാത്ത് ടബും ഞങ്ങളുടെ ഷവർ ഏരിയയും പൊളിച്ചു നിന്ന്. അത് ഇതിനെ കണ്ട് പേടിച്ച് നമ്മൾ അപ്പിയിടണമെന്നാണ് അവർ പറയണത്. ഓക്കെ, എന്തൊരു മക്കളെ ചെന്നിരുന്ന് നോക്കിയടി. രണ്ടെണ്ണത്തിന് ഒരു മരത്തുനിന്ന് വെട്ടിയെടുത്തോന്ന് പോലും. ഗൈസ്, നമ്മുടെ റൂമിൽ നിന്ന് നമ്മള് ഇത് എക്സിറ്റ്, ഇവിടെ പൂള്. ഓക്കെ ഓക്കെ, ഒരു വാതിലൂടെ തുറന്നു നോക്കും. തുറന്നു നോക്കുമ്പോ എവളുടെ റൂം എടി, ഇതാണടി സെപ്പറേറ്റ് ബെഡ്റൂം. ആ ഓ, അവൻ ബാത്റൂമില്. അവൻ ഇതാണോ എന്റെ പ്രൈവസി എന്നൊക്കെ. പൂട്ട് 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 പിന്നെ പൂട്ട്. ബൈ ബൈ. സൗണ്ട് ഒന്നും അപ്പുറത്ത് പോവില്ലായിരിക്കും അല്ലേ? ഇതേ തുറക്കാൻ പറ്റുള്ളൂ, നമുക്ക് മറ്റേ തുറക്കാൻ പറ്റൂലടാ. അത് അപ്പുറത്തും തുറന്നാലേ തുറക്കാൻ പറ്റുള്ളൂ. അതിന് തുറന്നു കയറി വരില്ല. ഓക്കെ, അതായിരുന്നു ഞങ്ങളുടെ റൂം ടൂർ. ഞാൻ ഈ സ്നേക്ക് ഫ്രൂട്ട് ഒന്ന് തുറന്നു നോക്കട്ടെ. പാമ്പ് പട പിടിയണ കൊണ്ടല്ലേ. തൊലി ഉരിഞ്ഞു കഴിഞ്ഞാൽ അതിന് കുഴപ്പമില്ലടാ. നോക്കിയടാ കിട്ടണുണ്ടായിരുന്നു. കഴിഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ, ഡൺ 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 ഡൺ. ഇതാണ് അപ്പൊ സ്നേക്ക് ഫ്രൂട്ട്. ഹായ്, കഴിച്ചോട്ടാ. ചക്ക പോലെയുണ്ട്. ഒരു ഡിഫറെന്റ് ടേസ്റ്റ്, കൊള്ളാം. മധുരം. ചക്കയുടെ ഒരു മണവും വായിലിടുമ്പോ ഒന്നുമില്ല. വേറെന്തോ ഒരു ടേസ്റ്റ് അല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? എന്റെ തോടിന്റെ അത്ര വൃത്തികേടില്ല ഇതിന്റെ രുചി. പാമ്പ് പടം ഒടിഞ്ഞിട്ടേക്കണല്ലേ? ആവശ്യമില്ലാത്തൊരു സാധനം.
അതെ, ലോകത്തിന് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. ഇപ്പൊ പറയും തവളയെ തിന്നാണെന്ന്. തവള ജീവിച്ചോട്ടെ. ഓക്കെ ഗൈസ്, ഞങ്ങൾ ഇനി ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് ഗൈസ്. ഇവിടെ സമയം രാത്രി എത്ര മണിയായി കണ്ണം ബ്രോ? 8:30 ആയപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വന്നു. ഞങ്ങൾ പൂളിൽ കയറി കുറേ നേരം കിടന്ന് അത് ശരിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാത്തബിൽ കുറേ നേരം കിടന്ന് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ താങ്ക് യു ഡിന്നർ കഴിക്കാനായിട്ട് വന്നേക്കാണ് ഗൈസ്. ഫുഡ് എത്തി ഗൈസ്. ഞാനൊരു സാൽമൺ സ്റ്റേക്കാണ് പറഞ്ഞത്. ഓക്കെ, മൊത്തത്തിലുള്ള ഇതെന്തിനാണ് ഇതിൻ്റെ ഗാർലിക്കിൻ്റെ അല്ലി അത് അവർ സോട്ട് ചെയ്തുകൊണ്ട് വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു. കണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെന്തോന്നായിരുന്നു കണ്ടം ബ്രോ? നാസി ഗൊറാങ്. അതിന്റെ ആ റൈസ് ഉണ്ടല്ലോ, നമ്മുടെ ഡെർട്ടി റൈസ്. എവിടത്തെ ഡെർട്ടി റൈസ് അടി? സ്റ്റീവ് സ്മോക്കറിയിലെ ഡെർട്ടി റൈസിന്റെ ടേസ്റ്റ്. ഇത് ഇവിടെ തന്നെ ഒരു അതെ ബീഫ് സ്റ്റേക്ക് ഓർഡർ ചെയ്ത് വർഷം ഒരു ബർഗർ, ബീഫ് ബർഗർ. ഓ അത് ഇടയ്ക്ക് മധുരമൊക്കെ വരുന്നത് ആണല്ലേ. പൈനാപ്പിൾ വെച്ചൊരു ബർഗർ, പിന്നെ ഒരു ലോഡഡ് ഫ്രൈസും. അനന്തു ശരണി എവിടെ? ഇതാണ് എന്റെ ചോദ്യം. എവിടെ നമ്പർ? അതെ, നോക്കാം ഗൈസ്. അവർ വരുവോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഞങ്ങളത് കഴിച്ചുകൊണ്ടിരിക്കണ ഇടയിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ വരാം. ഫുഡ് കഴിച്ചിട്ട് വന്ന് കിടന്നുപോയി ഗൈസ്. ഞാൻ സത്യം പറഞ്ഞാൽ വിട്ടുപോയി ഔട്ട്റോ എടുക്കുക. അത്രയ്ക്ക് ടയേർഡായിപ്പോയി. കാരണം ഫുൾ കറക്കമല്ലേ. ഫ്ലൈറ്റ് വെച്ചൊരു 3-4 മണിക്കൂർ ഉറക്കം തന്നെ. അപ്പോൾ ഇനി ഒന്ന് റെസ്റ്റ് എടുക്കണം. എന്നിട്ട് നാളെ ഏർലി മോർണിംഗ് എഴുന്നേക്കണം. 2 മണിക്ക് നമുക്ക് കുറച്ച് ജീപ്പിലൊക്കെ പരിപാടികളുണ്ട്. വർഷം കടന്നു, ബാക്കിയുള്ളവരെല്ലാം കിടക്കാനായിട്ട് പോയി. ഗുഡ് നൈറ്റ് ഗൈസ്. നാളെ നമുക്ക് വീണ്ടും കാണാം ബാലിയുടെ ബാക്കി വിശേഷങ്ങളുമായിട്ട്. ലവ് യു, ഗുഡ് നൈറ്റ്, ബൈ ബൈ.